എൻ്റെ പ്രിയപ്പെട്ടവരെ, രഹസ്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്, നമ്മുടെ കൂടെയുണ്ട്. എന്താണ് രഹസ്യങ്ങൾ പറഞ്ഞു തരിക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വരാൻ പോകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. അത് മനുഷ്യചരിത്രത്തിൽ കാലാകാലങ്ങളായി ദൈവവുമായി ബന്ധമുള്ള മനുഷ്യർക്ക് ദൈവം കൊടുക്കുന്ന ഒരു പ്രത്യേകമായ അനുഗ്രഹമാണ് ദൈവത്തിൻ്റെ ചിന്തകൾ അവർക്ക് വെളിപ്പെട്ട് കിട്ടുക എന്നുള്ളത്. തൻ്റെ ഭക്തരായ പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്താതെ ദൈവം ഒന്നും ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് വചനത്തിൽ പറയുന്നത്. അപ്പോൾ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ദൈവം നമ്മളോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രം. അപ്പോൾ താല്പര്യമുള്ളവർക്ക്, ശ്രദ്ധയുള്ളവർക്ക് ഈ ഒരു അനുഗ്രഹം, ഈ ഒരു വരം കിട്ടുന്നതാണ്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ ഞാൻ എൻ്റെ ഒരു സുഹൃത്തുമൊത്ത് അടുത്തുള്ള ടൗണിലേക്ക് ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു റെയിൽവേ ക്രോസ് ഉണ്ട്. അത് കഴിഞ്ഞ് 1 കിലോമീറ്റർ കഴിയുമ്പോൾ ഒരു പുഴയുണ്ട്, അതിന് മുകളിൽ ഒരു പാലമുണ്ട്. അപ്പോൾ പാലത്തിൻ്റെ അടുത്ത് എത്താറായപ്പോൾ ഒരാൾ ഞങ്ങൾക്കെതിരെ വരും. അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം നല്ല സ്പീഡിൽ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇയാളെ കണ്ടപ്പോൾ പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറയുകയാണ്, ഇയാൾ മരിക്കാനായിട്ട് പോവുക. ഞാൻ കൂട്ടുകാരനോട് പറഞ്ഞു, എടാ ആ ചേട്ടൻ മരിക്കാൻ പോവുകയാണ്, നമുക്കൊന്ന് സംസാരിക്കാം. അപ്പോഴേക്കും വണ്ടി അയാളെ കടന്ന് പോകാറായി. ഞാൻ വണ്ടി തിരിച്ച് അദ്ദേഹത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തിയിട്ട് പറഞ്ഞു, ചേട്ടാ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്, അതിന് ചേട്ടൻ ഉദ്ദേശിക്കുന്നതല്ല അതിൻ്റെ ഒരു പരിഹാരമാണ് പോകാൻ വഴി. വേറെ എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പേ ഇതാണ് ആദ്യം അങ്ങോട്ട് പറയുന്നത്. അപ്പോൾ പുള്ളി അത് സമ്മതിച്ചു. പുള്ളി മരിക്കാൻ വേണ്ടി തന്നെ അങ്കമാലിയിൽ ബസ് ഇറങ്ങി ഈ റെയിൽവേ ട്രാക്കിലേക്ക് വരികയാണ്. ഞങ്ങൾ അദ്ദേഹത്തെ വിളിച്ച് അടുത്തുള്ള ഒരു ചായക്കടയിലേക്ക് കൊണ്ടുപോയി. അവിടെയുള്ള ഞങ്ങളെക്കാൾ മുതിർന്നവരായ ആളുകളെ ഏൽപ്പിച്ചു, ഈ ചേട്ട കാര്യത്തിലൊന്ന് ഇടപെടണം. അവരുടനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. പോലീസുകാർ വന്നു. അദ്ദേഹം കൊല്ലത്തുള്ള ആളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ഏൽപ്പിച്ചു. നോക്കൂ, വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന എനിക്ക് പെട്ടെന്ന് ഒരു നിമിഷത്തിൽ അങ്ങനെ ഒരു ചിന്ത ദൈവം തന്നു. അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ജീവൻ രക്ഷിക്കാനായിട്ട് സാധിച്ചു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ദൈവം നമുക്ക് പലതും പറഞ്ഞു തരും. നമ്മൾ ശ്രദ്ധയുള്ളവരായിരിക്കണം. ഇതൊരു വലിയ വരമാണ്. ആമേൻ.